നമസ്കാരം. മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു പുത്തൻ പ്രഭാതത്തിലേക്കായി വിഷുക്കണി കണ്ട് വിഷു കൈനീട്ടം വാങ്ങി വിഷു സദ്യയും കഴിഞ്ഞിരിക്കുന്ന എല്ലാ മലയാളികൾക്കും നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് ഈ വിഷുദിനത്തിൽ മറുനാടും മലനാടും പരിചയപ്പെടുത്തുന്നു. മറുനാട്ടിൽ ഒരു മലയാളി ശ്രീ മണികണ്ഠൻ, കാസർഗോഡ് നീലേശ്വരം സ്വദേശിയാണ്. തീർച്ചയായും ഈ വിഷുദിനത്തിൽ ഈ നല്ല മനുഷ്യനെ പരിചയപ്പെടാം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മാധവം എന്ന ഈ വീട് UAE അജ്മാനിലാണ്. വാഴയും തുളസിയും പപ്പായയും മുരിങ്ങയും മാവുമൊക്കെ മുറ്റത്തു നിൽക്കുന്ന മലയാളിത്തമുള്ള ഒരു മറുനാടൻ വീട്. ഇവിടെ കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായ അജ്മാനിലെ മലയാളികൾക്ക് മണിയേട്ടനായ ശ്രീ മണികണ്ഠൻ മേലോത്തും ഭാര്യ മിനിയും മകൾ മാളവികയും മകൻ മാധവുമാണ് താമസിക്കുന്നത്. എൻ്റെ ബ്രദറിലോ ദുബായിലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, പ്രൊജക്റ്റ് മാനേജറായിട്ട്. അപ്പോൾ അവർ ത്രൂ ആണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വിസിറ്റ് വിസയിൽ വന്നത്. വിസിറ്റ് വിസയിൽ വരുന്ന സമയത്ത് തൽക്കാലത്തേക്ക് ഏതെങ്കിലും ഒരു ജോലി എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു വന്നത്. ഞാനൊരു കമ്പനിയിൽ കുറച്ച് വർഷം സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതിനുശേഷം എക്സ്പോർട്ട് സെയിൽസ് മാനേജറായി. അതിനുശേഷം ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഞാൻ സ്വന്തമായിട്ട് ജിമാർക്ക് മിഡിൽ ഈസ്റ്റ് എന്ന സ്ഥാപനം തുടങ്ങി. 2003 സ്വന്തം ബിസിനസ് ആരംഭിക്കുന്നത്. ഇന്ന് UAEയിലെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളിൽ ഒന്നാണിത്. എയർ കണ്ടീഷൻ മെറ്റീരിയൽസ് ആണ് മുഖ്യമായും കമ്പനി വിപണനം ചെയ്യുന്നത്. ജിമാർക്ക് മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഞങ്ങളെ ലൈസൻസ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലൈസൻസ് ആണ്. അണ്ടർ ദിസ് ലൈസൻസ് വി ക്യാൻ ഡു എനി ബിസിനസ് എന്നാണ്, എക്സെപ്റ്റ് ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ലിക്കർ. ഈ ലോകത്തിൽ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ട്രേഡിങ് ചെയ്യാൻ പറ്റും. എന്നാലും ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് HVAC മെറ്റീരിയൽസാണ്. HVAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിംഗ്, വെൻറ്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. അതായത് സെൻട്രൽ AC റിലേറ്റഡ് മെറ്റീരിയൽസാണ് കൂടുതലായിട്ട് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സെൻട്രൽ എയർ കണ്ടീഷൻ മെറ്റീരിയൽസിൽ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ മെറ്റീരിയൽസായ GI ഷീറ്റ്സ്, GI കോയിൽസ്, അലൂമിനിയം ക്ലാഡിങ്സ്, ഇൻസുലേഷൻ മെറ്റീരിയൽസ്, ഇതാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ UAEയിലത്തെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് HVAC മെറ്റീരിയൽ രംഗത്ത്. ഇതിനിടയിൽ ഞങ്ങൾ മിഡിൽ ഈസ്റ്റിൽ കംപ്ലീറ്റ് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ദോഹ, ഖത്തർ, മസ്കറ്റ്, ആഫ്രിക്കൻ കൺട്രീസിലുമാണ് ഞങ്ങൾ ബിസിനസ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വിദ്യാഭ്യാസത്തിനു ശേഷം കാസർഗോഡ് നിന്നും മണികണ്ഠൻ കോയമ്പത്തൂരിലെത്തി. പൂനെ ബേസ്ഡായ ഒരു ടെക്സ്റ്റൈൽ റിലേറ്റഡ് ബിസിനസ് ചെയ്യുന്ന കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ ആ സമയത്താണ് കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം നടക്കുന്നത്. അതോടെ കോയമ്പത്തൂരിൽ വലിയ പ്രതിസന്ധിയുണ്ടായി. ആ കാലത്തെക്കുറിച്ച് മണികണ്ഠൻ പറയുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞാൻ കോയമ്പത്തൂർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു, ഒരു പൂന ബേസ്ഡ് കമ്പനിയിൽ. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു ഒരു കോയമ്പത്തൂർ. ബോംബ് സ്ഫോടനം കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ബിസിനസ് എല്ലാം കുറച്ച് മന്ദഗതിയിലായി. തുടക്കത്തിൽ 2 മില്യൺ ആയിരുന്നു ബിസിനസ്സെങ്കിൽ ഇന്ന് 100 മില്യൺ ആയിരിക്കുന്നു അതിന്റെ വളർച്ച. മിഡിൽ ഈസ്റ്റിൽ ദോഹ, ഖത്തർ, മസ്കറ്റ് എന്നിവിടങ്ങളിലാണ് കമ്പനി മുഖ്യമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2008 വരെ ദുബായിൽ നല്ല ബൂമിംഗ് ആയിരുന്നു. ദുബായ് മാത്രമല്ല UAEയിൽ കംപ്ലീറ്റ്. 2008 മധ്യത്തോടെ ഒരു റിസഷൻ വന്നു. റിസഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബിസിനസ് മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും അത് ബാധിച്ചു. അപ്പോൾ ആ സമയം വരെ നമ്മൾ 2 കമ്പനി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ജിമാർക്ക് മിഡിൽ ഈസ്റ്റ്, പിന്നെ
ദുബായിൽ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനി ഉണ്ടായിരുന്നു. 2008 2010 കാലയളവിൽ നമ്മൾ കൂടുതൽ എക്സ്പാൻഷൻ വർക്കിനൊന്നും പോയില്ല. കാരണം ആ ഒരു റിസഷൻ്റെ ഭാഗമായിട്ട് മൊത്തത്തിൽ ബിസിനസ് കുറവായിരുന്നു. 2010 ശേഷം നമ്മൾ ഓരോ വർഷവും ബിസിനസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വന്നു. 2003 ഒരു 2 മില്യൺ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഇന്ന് 100 മില്യണിലധികം ടേൺ ഓവറുള്ള ഒരു കമ്പനി ആയി മാറിയതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇന്ന് ഈ കമ്പനിയെ ആശ്രയിച്ച് 160 കുടുംബങ്ങൾ കഴിയുന്നു. ഇതാണ് മണികണ്ഠന് ഏറ്റവും സംതൃപ്തി നൽകുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ സാധിച്ചു. അതോടനുബന്ധിച്ച് അവരെ ഫാമിലിക്ക് നല്ല തോതിൽ നല്ല നിലവാരത്തിൽ ജീവിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. ഞാനിപ്പോൾ ഏകദേശം ഒരു 160ഓളം ഫാമിലി ഞങ്ങളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജീവിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംതൃപ്തി നൽകുന്ന ഒരു കാര്യം. ദൈവവിശ്വാസിയായ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടദൈവം ശ്രീകൃഷ്ണനാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് തൻ്റെ വളർച്ചയ്ക്ക് പിന്നിലെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. വിജയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ആയിരിക്കണം. ഈവൻ റിസഷൻ്റെ സമയത്തും പല ആൾക്കാരും ഈ മാർക്കറ്റിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോവുകയുണ്ടായി. എന്നിരുന്നാലും നമ്മൾ ആ സമയത്ത് 2008 2010 കാലഘട്ടത്തിൽ പേയ്മെൻറ്റ് സംബന്ധിച്ച് മാർക്കറ്റിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടാനും മറ്റുള്ള ബാങ്കിൻ്റെ ഫെസിലിറ്റിക്കും എല്ലാം ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഈ വിഷമങ്ങളൊക്കെ സഹിച്ചിട്ട് 2010 എന്നുള്ള ആ ഒരു ബോർഡർ തരണം ചെയ്തതിന് ശേഷം 2011 മുതൽ ഈവൻ പഴയ കണ്ടീഷനിൽ വരാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടെ നമ്മൾ ബിസിനസ് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഞാൻ ഒരു ശരിയായിട്ടുള്ള ഒരു കൃഷ്ണഭക്തനാണ്. എൻ്റെ ഒരു പാർട്ട്ണർ എന്ന് തന്നെ പറയാം, കൃഷ്ണൻ. അപ്പം അതാണ് ഒന്ന്, ദൈവത്തിൻ്റെ അനുഗ്രഹം. പിന്നെ രണ്ടാമത് എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകൾ അവർ ഏത് സമയത്ത് ഞാൻ വിളിച്ചു കഴിഞ്ഞാലും ഈവൻ രാത്രി ഒരു 8 മണി ഈ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഒരു പ്രോജക്റ്റിലേക്ക് മെറ്റീരിയൽ പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി നമ്മുടെ വെയർ ഹൗസിലേക്ക് അയക്കുകയാണെങ്കിൽ കൂടെ ഞങ്ങളെ സ്റ്റാഫ് ഈവൻ 10 മണി വരെ വെയിറ്റ് ചെയ്തിട്ടും ആ മെറ്റീരിയൽ അവരുടെ സ്ഥാനത്തേക്ക് അവരെ പ്രോജക്റ്റ് സൈറ്റിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സന്നദ്ധമായിട്ടുള്ള ആൾക്കാരാണ്. അതാണ് നമ്മൾ മെയിനായിട്ടുള്ള ഒരു മുതൽക്കൂട്ട്. ആഗോളരംഗത്ത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ കമ്പനികൾക്ക് വലിയ നഷ്ടങ്ങളുണ്ടായി. എന്നാൽ മണികണ്ഠൻ ബുദ്ധിപൂർവം പ്രവർത്തിച്ചതിനാൽ അതിനെ തരണം ചെയ്യാൻ കഴിഞ്ഞു. ആ റിസഷൻ കാലഘട്ടത്തെപ്പറ്റി ഇദ്ദേഹം പറയുന്നു. 2008 മധ്യത്തോടെ യു എയിൽ ഒരു റിസഷൻ, യു എയിൽ എന്നല്ല മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം റിസഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബിസിനസ് കുറഞ്ഞു. പല കമ്പനികൾ ഈ സമയത്ത് ഒരുപാട് കമ്പനി അബ്സ്കോണ്ടിങ് ആയി. കമ്പനിയും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സമയത്ത് ദുബായ് എയർപോർട്ടിൻ്റെ സൈഡിലെല്ലാം ഒരുപാട് കാറുകൾ ഉണ്ടായിരുന്നു. ഈ കാറുകളെല്ലാം പിന്നെ ഉപേക്ഷിച്ചിട്ട് ആൾക്കാർ പോവുകയാണ്. ഒരുപാട് ആൾക്കാർക്ക് ജോലി ഇല്ലാണ്ടായി. കാരണം ഈ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് പിന്നെ നടത്താൻ പറ്റാത്തൊരു കണ്ടീഷനായിട്ട് വന്നു. ആദ്യം കുറേ കാലം റിസർവിലുള്ള ഫണ്ട് എടുത്തിട്ട് പല കമ്പനിയും ഒരു വർഷം 1.5 വർഷത്തോളം റൺ ചെയ്ത കമ്പനീസ് ഉണ്ടാവും. പിന്നീട് സിറ്റുവേഷൻ വളരെ വേസ്റ്റായിട്ട് വരുന്ന കണ്ടീഷനിൽ അവരും ഓടിപ്പോവുകയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2010 ശേഷം ഇവിടെ ഇല്ല കമ്പനികളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം അവർക്ക് മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവുള്ളൂ. സോഷ്യൽ വർക്കുകളിൽ വ്യാപൃതനാണ് ഇദ്ദേഹം. ഭാരതീയം എന്ന സംഘടനയുടെ ഷാർജ യൂണിറ്റ് പ്രസിഡന്റാണ് മണികണ്ഠൻ. ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും വെളിവാക്കാൻ ഈ മനുഷ്യൻ തൽപരനല്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ ചില തട്ടിപ്പുകളും നടക്കുന്നുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. ഞാൻ ഇവിടെയുള്ള ഒട്ടുമിക്ക സംഘടനയിലും അംഗമാണ്.
ഇതിൻ്റെ ചെറിയൊരു സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് അധികം സംഘടനയിലും അങ്ങോട്ട് ആഴ്ന്നു പ്രവർത്തിക്കാനുള്ള സന്ദർഭം കിട്ടാറില്ല. ഇവിടെ കാസർഗോഡ് ജില്ലയിലെ ഒരു സംഘടനയുണ്ട്, നീവ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ആശ്രയ, കെസഫ്, പിന്നെ ഇതുപോലെ ഒരുപാട് സംഘടനകളുണ്ട്. ഭാരതീയം എന്ന് പറഞ്ഞു, ഭാരതീയം എന്ന് പറയുന്ന സംഘടനയുടെ ഒരു എളിയ പ്രവർത്തകരാണ് ഞാൻ. കഴിഞ്ഞ വർഷം വരെ ഷാർജ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റ് കൂടിയായിരുന്നു. പിന്നെ അതുപോലത്തെ ഒട്ടനവധി സംഘടനയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ശ്രീ മണികണ്ഠൻ UAE-യിലെത്തുന്നത് 1997-ലാണ്. ഇന്ന് UAE-യിലെ പ്രധാനപ്പെട്ട മിക്ക സാംസ്കാരിക പരിപാടികളിലും ആദ്യാവസാന സാന്നിധ്യമാണ് ഇദ്ദേഹം. ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഗീത പശ്ചാത്തലം ശ്രീകൃഷ്ണ ഭക്തനായ ഇദ്ദേഹത്തിന് പറയാനുണ്ട്. രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ, പുഷ്പാഞ്ജലി പൊതിയാമെനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ രാജശില്പി. അതായിരുന്നു എൻ്റെ ജീവിതത്തിലത്തെ ആദ്യത്തെ പാട്ട്, സ്റ്റേജിൽ പാടിയ പാട്ട്. പിന്നെ ഒരു 10ാം ക്ലാസ് വരെ അത്യാവശ്യം പ്രോഗ്രാമിനെല്ലാം പങ്കെടുക്കുമായിരുന്നു. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം തീരെ ഇല്ലാണ്ടായി. ഇപ്പം അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു ഇവിടെ ഏതൊരു സംഘടനയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിന് അനുയോജ്യമായിട്ടുള്ളൊരു പാട്ട് എന്നോട് പാടാൻ പറഞ്ഞിട്ട് ഞാൻ പാടി ഒരു പാട്ട്. അതാണ് ഇപ്പോൾ അടുത്ത കാലത്ത് പാടിയ പാട്ട്. അതും 2-3 വരി മാത്രമേ അറിയുന്നുണ്ടായിട്ടു. എഗൈൻ യേശുദാസിൻ്റെ ഒരു പാട്ടായിരുന്നു, ഫേമസ് പാട്ട്. അത് മുടിപ്പൂക്കൾ വാടിയാലൻ ഓമനേ നിൻ്റെ ചിരിപ്പൂക്കൾ വാടരുതെൻ്റോമനേ, മുഖമൊട്ടു കലർന്നാലെൻ്റോമനേ നിൻ്റെ മനം മാത്രം വാഴ്കരുതെൻ്റോമനേ, മുടിപ്പൂക്കൾ വാടിയാലെൻ്റോമനേ നിൻ്റെ ചെരിപ്പൂക്കൾ വാടരുതെൻ്റോമനേ. ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ ബിസിനസിന്റെ പുതിയ വാതായനങ്ങൾ കണ്ടെത്തുന്നതോടൊപ്പം കലയെയും കലാകാരന്മാരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു ഇദ്ദേഹം. ഗാനഗന്ധർവൻ യേശുദാസിന് ഷാർജയിൽ ഒരു ചടങ്ങിൽ വെച്ച് പട്ടും വളയും നൽകി ആദരിച്ചുകൊണ്ട് അത് ഒന്നുകൂടി പ്രകടമാക്കി ഈ കലാസ്നേഹി. വടകര സ്വദേശിനി മിനിയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ. 2 മക്കൾ. മൂത്ത മകൾ പൂനെയിൽ കോർപ്പറേറ്റ് ലോ പഠിക്കുന്നു. മകൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ ഭാര്യ മിനി എന്നാണ് പേര്, മിനി തേവർ കാഞ്ഞോട്ട്. പിന്നെ മകള് മാളവിക, അവൾ പൂനെയിൽ സിംബയോസിസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. മകൻ ഇവിടെ ഷാർജ ഇന്ത്യൻ എമിറേറ്റ്സ് നാഷണൽ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മകൻ്റെ പേര് മാധവ്. ബിസിനസ് രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും ഒരേ ഊർജത്തോടെ പ്രവർത്തിക്കുന്ന ഈ മലയാളി മറുനാടൻ മലയാള വിജയത്തിന്റെ തിളക്കമുള്ള മുഖങ്ങളിൽ ഒന്നാണ്. ഉന്നതങ്ങളിൽ എത്താൻ ആഗ്രഹിക്കുന്ന മലനാട്ടിലെ യുവത്വത്തിന് പ്രേരകാശക്തിയുമാണ്. മണ്ണിനെയും മലയാള നാട്ടിനെയും സ്നേഹിക്കുന്ന എത്രയോ മലയാളികൾ മറുനാട്ടിൽ. അവരെ കാണാം, കേൾക്കാം ഒരു വിഷുക്കണി പോലെ. ശുഭരാത്രി.